ഓക്കെ, ആസിഫിൽ തുടങ്ങാം. ആസിഫ് പറഞ്ഞത് നമ്മൾ ഇതല്ലേ, എന്താ വരച്ച് കാണിച്ചു തന്നാല്, പാത്ത് വരച്ച് കാണിച്ചു തന്നാല് മനസ്സിലാവുന്നല്ലേ, അല്ലേ ആസിഫ്? അതെ, ഇന്നലെ അയർലോ അത് വെച്ചിട്ട് ഇന്നലെ പറഞ്ഞു തന്നില്ല. ഇന്നലെ സിംഗ് ലോ സിംഗ് ഐ വെച്ചിട്ടാണ് പറഞ്ഞു തന്നത്. അപ്പൊ അയർലോ ഇന്ന് ഉൾപ്പെടുത്തിയാൽ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഓരോരുത്തർ ഡൗട്ടാണ് ക്ലിയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ആദ്യം ആഷിഫിനോടാണ് ഇത് നോക്കുക. എന്താണെന്നറിയാം, ഞാൻ ഇപ്പോൾ വരച്ചത് കണ്ടില്ലേ? കാണുന്നുണ്ട്. ഇത് നോക്കാം, കാണുന്നുണ്ട്. അത് നോക്കാം, എന്നിട്ട് ചാർട്ടിലേക്ക് നോക്കാം. ഞാൻ പറഞ്ഞിരുന്ന സ്ട്രക്ചർ ഡൗൺ സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞിരുന്ന സ്ട്രക്ചർ ഇങ്ങനെ 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 എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞിരുന്നു, അല്ലേ? അപ്പും ഡൗണും പറഞ്ഞിരുന്നു, അല്ലേ? ഓക്കെ, ഇനി രണ്ട് കാര്യമാണ് നമ്മൾ പറയാം. സ്ട്രക്ചറിൽ വരുന്ന രണ്ട് വ്യതിയാനങ്ങളെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി എളുപ്പമായിരിക്കും. വ്യത്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസം. ഇതിനെന്താ പറയാന്നറിയാം? ക്ലിയർ സ്ട്രക്ചർ എന്ന് പറയാം. എന്താ പറയാ? ക്ലിയർ സ്ട്രക്ചർ എന്ന് പറയാം. എന്താണ് ഇതിന്റെ പ്രത്യേകത? ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടെ സ്ട്രക്ചർ കിട്ടുന്നുണ്ട്, ഇല്ലേ? കിട്ടുന്നില്ലേ? ഓക്കെ, ഞാൻ ഈ ഓരോ ലൈനുകൾ വരയ്ക്കാണ്. ഇതെന്താണ് ലൈൻ? എല്ലാവർക്കും ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട്? ഇതെന്താ ലൈൻ? റെസിസ്റ്റന്റ്, അല്ലേ? റെസിസ്റ്റന്റ് ലൈൻ. ഞാനിതിന് ഇത്തിരി കൂടെ നീട്ടി വയ്ക്കുന്നുണ്ട്. ഓക്കെ, നീട്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതിന് ഞാൻ ഒന്നും തൊടുന്നില്ല, അവിടെ ഇരുന്നോട്ടെ. ഇതെന്താണ് ലൈൻ? സപ്പോർട്ട്. അല്ലേ? ഇതൊക്കെ സപ്പോർട്ടല്ലേ? താഴോട്ടൊക്കെ വരുന്ന സപ്പോർട്ടല്ലേ? അതെ. മനസ്സിലായില്ലോ? ഇതൊക്കെ താഴ്ന്ന് മോളിന്ന് താഴോട്ടേക്ക് വരുമ്പോൾ അതെല്ലാം സപ്പോർട്ടാണ്, അല്ലേ? മോളിന്ന് താഴത്തേക്ക് വരുമ്പോൾ എല്ലാം സപ്പോർട്ടാണ്. അപ്പൊ ഞാൻ ഇതിനെന്തുകൊണ്ടാണ് വിട്ടത്? ഇതിനെന്തുകൊണ്ടാണ് വിട്ടത്? ഇതിനെന്തുകൊണ്ടാണ് വിട്ടത്? ഇതിനെന്താ പറയുന്നത് അറിയാം? ഈ ഒരു ലെഗിന് എന്താ പറയാന്ന് അറിയാം? ഈ ലെഗിന് എന്താ പറയുക? നമ്മള് ഒരു പുൾ ബാക്ക് ലെഗാണത്. പുൾ ബാക്ക് ലെഗ്, അല്ലേ? വന്ന വഴിയിലേക്ക് ഒരു തിരിച്ചു പോക്കല്ലേ അത്, അല്ലേ? ഈ ലെഗ് ഇതും അതന്നല്ലേ? പുൾ ബാക്ക് തന്നെയല്ലേ? ഇതും പുൾ ബാക്ക് തന്നെയല്ലേ? ഇതും പുൾ ബാക്ക് അല്ലേ? കൺഫ്യൂഷൻ ആവണില്ലല്ലോ, അല്ലേ? ഇതും പുൾ ബാക്ക് അല്ലേ? അങ്ങനെ വരുന്നൊക്കെ പുൾ ബാക്ക് അല്ലേ? ഇതും പുൾ ബാക്ക് ആണ്, ഇതും പുൾ ബാക്ക് ആണ്, അല്ലേ? അപ്പൊ എന്താണ് ഒരു ഇവിടെ അപ്പോ ഇതെന്തായിരിക്കും? നമുക്ക് ഇതൊന്ന് ഊഹിക്കാം. ഇങ്ങനൊരു ഇതിൽ വരുമ്പോ ഇതെന്തായിരിക്കും? ഇങ്ങനൊരു ഇത് വരുമ്പോ ഇതിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഇങ്ങനെ പുൾ ബാക്ക് വരുമ്പോ ഇവിടെ ട്രെൻഡ് ചേഞ്ച് ആയതായിരിക്കില്ലേ? ഡൗൺ ട്രെൻഡ് ആയി. അല്ലേ? ട്രെൻഡ് ചേഞ്ച് ചെയ്തായിരിക്കാവില്ലേ ഇത്? അല്ലേ? ട്രെൻഡ് ചേഞ്ച് ആയിരിക്കും. ഇതിന്റെ പ്രത്യേകത, ഈ ലെഗിന്റെ പ്രത്യേകത എന്താണെന്ന് പറയുക? ഇതൊരു റീടെസ്റ്റിന് പോണതാണ്. റീടെസ്റ്റിന് എന്ന് വെച്ചാല് ഇത് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞൊരു ഫേക്ക് ബ്രേക്ക്ഔട്ട് പോലെ നമുക്ക് തോന്നും ചില സമയത്ത്. ഫേക്ക് ബ്രേക്ക്ഔട്ട് പോലെ ഞാൻ പറഞ്ഞ ബ്രേക്ക്ഔട്ട് എൻട്രി ഉണ്ട്, അതുപോലെ റീടെസ്റ്റ് എൻട്രി ഉണ്ട്. പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഇതൊരു റീടെസ്റ്റിന് പോകണം. ഇത് റീടെസ്റ്റിന് പോകുമ്പോൾ ഇതിന് മാക്സിമം എവിടെ വരെ പോകാൻ പറ്റും അതുവരെ പോകും. എവിടെ വരെ പോകാൻ പറ്റും? ഇവിടെ വരെ പോകാൻ പറ്റുള്ളൂ. കാരണം എന്താ? ഇവിടെ വരെ പോകാൻ പറ്റുള്ളൂ. ഇവിടുന്ന് നമ്മൾക്ക് സ്ട്രക്ചർ ചേഞ്ച് ആയി, ഇല്ലേ? സ്ട്രക്ചർ ചേഞ്ച് ആയി. അപ്പൊ ഈ ഏരിയ സ്ട്രോങ് അല്ലേ?
ഏരിയ സ്ട്രോങ് അല്ലേ അതെ അതെ ജാസിം? അപ്പോ എവിടെയാണ് പച്ചക്കാനിൽ വരേണ്ടത്? ഒരു പച്ചക്കാനില് റൗണ്ട് വരച്ചെടുത്തു. ഇവിടെ ഒരു പച്ചക്കാനിൽ വരണം. ഈ ഒരു പച്ചക്കാനിൽ വരെയാണ് അത് വരിക. മനസ്സിലായോ? പച്ചക്കാനിലെ ഓക്കെ ഒരു പച്ചക്കാനിൽ വരുന്നത്. ഇത് ജാസിമിന് വേണ്ടി മാത്രമുള്ളതാണ്. ബാക്കിയുള്ള ആളുകൾ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. ജാസിം ഇത്തിരി അഡ്വാൻസ്ഡ് ആയി പോകുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ള ആളുകൾ ചിന്തിക്കേണ്ട. എവിടെയായിരിക്കും പച്ചക്കാനിൽ? ഇവിടെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, സപ്ലൈ തുടങ്ങുന്ന തൊട്ട് പുറകില് ഇവിടെ എന്തായിരിക്കും? ഇവിടെ ഗ്രീൻ ക്യാനിലായിരിക്കും, അല്ലെങ്കിൽ റെഡ് ക്യാനിലായിരിക്കും. അല്ല സോറി, റെഡ് ക്യാനിലായിരിക്കും. ഇവിടെ ആയിരിക്കും പച്ചക്കാനില്. ആ പച്ചക്കാനിൽ വരെ പോയിട്ട് തിരിച്ചു വരും. ഓക്കെ. അപ്പൊ നമ്മൾ എൻട്രി എടുക്കേണ്ട ഇവിടുന്നാണ്, ഇവിടുന്നാണ്. ബ്രേക്ക്ഔട്ട് കഴിഞ്ഞ് എന്ന് വെച്ചാൽ സ്ട്രക്ചർ ബ്രേക്ക്ഔട്ട് കഴിഞ്ഞിട്ട് വരുന്ന റീടെസ്റ്റ് ആണ് ഏത്? ഇവിടെ. ഇതാർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇത് എൻട്രിയുടെ കാര്യം മാത്രമാണ്. നിങ്ങൾ വിട്ടേക്ക്. ജാസിമിന് മനസ്സിലായില്ല? മനസ്സിലായി. ബാക്കിയുള്ള ആൾക്കാർ മനസ്സിലായാലും വിട്ടേക്ക്. അപ്പോ ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എല്ലാവർക്കും? ആ പച്ചക്കാനിൽ ഇത് മനസ്സിലായില്ലേ? ഇതൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഒരു റീടെസ്റ്റ് പോകും. റീടെസ്റ്റ് പോയി കഴിഞ്ഞ് ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൺഫേം ചെയ്യാം എന്താണ് ഇത് ഇനി കണ്ടിന്യൂസ് ആയിട്ട് താഴേക്ക് പോകുന്നുള്ളൂ അല്ലേ? ഏത് ലോ? ഈ ലോന്. അപ്പോ ഇതപ്പോഴും സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇല്ലേ? അല്ല സോറി, റെസിസ്റ്റൻസ് ആയി നിൽക്കുന്നുണ്ട് ഇല്ലേ? ഇതിപ്പോ എന്താണ്? ഇതെന്താണ് ഈ വരച്ചത്? എന്താണ് സപ്പോർട്ട്? അത് ബ്രേക്ക് ആയി റെസിസ്റ്റൻസ്. അതെന്താണ് വരച്ച ഏരിയ? എന്താണ് സപ്പോർട്ട്? സപ്പോർട്ട് അല്ലേ? ഒന്ന് വെയിറ്റ് ചെയ്താ. ഒക്കെ സപ്പോർട്ടുകളല്ലേ? അല്ലേ? ഇതൊക്കെ സപ്പോർട്ടുകളല്ലേ? ഇങ്ങനെ സപ്പോർട്ട് എടുക്കാൻ ഒരു കാരണമുണ്ട്. കാരണം എന്തായിരിക്കും? നമുക്കറിയാത്തൊരു കാരണം ഉണ്ടാവും അവിടെ. കാരണം നമുക്ക് അറിയില്ലല്ലോ ഇത് ഇവിടെ വന്നൊരു സപ്പോർട്ട് എടുക്കണം. എന്തായിരിക്കും? മുന്നേ ഇതേ ഏരിയയിൽ ഒന്നല്ലെങ്കിൽ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ സപ്പോർട്ടോ ഉണ്ടാവും. മനസ്സിലായോ? മുന്നേ ഇതേ ഏരിയയിൽ ഇവിടെ വന്നിട്ട് റെസിസ്റ്റൻസ് അല്ലല്ലോ കൂടുതൽ. മുകളിൽ നിന്ന് താഴോട്ടേക്ക് വരുമ്പോൾ ഇത് കഴിഞ്ഞിട്ടല്ലേ പോകുന്നത്. മാർക്കറ്റിന്റെ സ്ട്രക്ചർ അറിയാലോ. മുകളിൽ നിന്ന് താഴ്ന്ന മുകളിലേക്കല്ലേ പോകുന്നത്. അത് മനസ്സിലായില്ല തോന്നുന്നുണ്ട്. ആർക്കും മനസ്സിലായില്ല. ഇതിങ്ങനെയല്ലേ പോകുന്നത്. ഞാൻ വരച്ച് കണ്ടോ? ഇതിങ്ങനെ മുകളിൽ പോയിട്ട് തിരിച്ചിവിടെ വന്നു. കണ്ടോ? മുകളിൽ പോയിട്ട് തിരിച്ചിവിടെ വന്നു. അപ്പോ അവിടെ എന്ത് ചെയ്തു? സപ്പോർട്ട് എടുത്തു. മനസ്സിലായത്? ഇതിപ്പോ ക്ലിയർ ആക്കണം. മനസ്സിലായത്? എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഇരിക്കുന്നത്? നമ്മൾ വെറുതെ ഇരിക്കില്ലല്ലോ. കാരണം മാർക്കറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഓരോ സിംഗിൾ ലോയും സിംഗിൾ ഹൈനെയും റെപ്രസെന്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സിംഗിൾ ലോ മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ഇല്ലേ? മുന്നേ ക്രിയേറ്റ് ചെയ്തല്ലേ മാർക്കറ്റ്? മുന്നേ ക്രിയേറ്റ് ചെയ്തില്ല മാർക്കറ്റ് ഡയറക്റ്റ് പോകാലോ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു പോക്ക് പോകല്ലോ. മാർക്കറ്റ് ഇങ്ങനെ പോക്ക് പോകല്ലോ. അതിങ്ങനെ മാർക്കറ്റ് എപ്പോഴും പോകുന്നത് എങ്ങനെ? പാത്ത് റൂൾ പറഞ്ഞല്ലോ, ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടല്ലേ. അപ്പൊ ഇവിടെ വരുന്ന ഈ ഒരു പോയിന്റിൽ വരുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യും? സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോകും ഇല്ലേ? മനസ്സിലായോ? മനസ്സിലായില്ലേ? ഇത് മനസ്സിലാവാത്ത ഒരാൾക്കാരുണ്ടോ? ഇതാദ്യം പറയും. ഇപ്പൊ എല്ലാവരും മനസ്സിലായത്? ഷെരീഫ് മനസ്സിലായോ? ഷെരീഫ് ഇതുവരെയുള്ളത് മനസ്സിലായി. മേലത്തെ ഇപ്പൊ മാർക്ക് ചെയ്ത് ലാസ്റ്റ് പറഞ്ഞ മനസ്സിലായില്ലേ? ഏത്? ഇവിടെ മാർക്ക് ഇതല്ലേ ഈ ഒരു സിംഗ് എന്തുകൊണ്ട് വന്നല്ലേ? സിംഗ് എന്തുകൊണ്ട് വന്നല്ലേ? മാർക്കറ്റ് പോകുന്നത് ബേസിക് ആയുള്ള കാര്യം ഞാൻ പറഞ്ഞു. മാർക്കറ്റ് പോകുന്നത് ഇങ്ങനെയാണ് അല്ലേ? അല്ലേ? നമ്മൾ കണ്ടല്ലോ ഇങ്ങനെ പോകണം. അപ്പൊ മാർക്കറ്റ് മുകളിൽ നിന്ന് വീഴുകയാണ്. വീഴുമ്പോ ആദ്യ സപ്പോർട്ട് എവിടെ എടുക്കുക? നിയറസ്റ്റ് ഈ സിംഗിൾ ഓലല്ല എടുക്കുക. ആദ്യ സപ്പോർട്ട് ഇതിലല്ല എടുക്കുക. ഇതൊന്ന് മുകളിലേക്ക് വന്ന് ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സപ്പോർട്ട് എവിടെ ആയിരിക്കും എടുക്കുക? ഇതിലല്ല എടുക്കുക. കാണുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലേ? ഇപ്പൊ മുകളിലേക്ക് പോകും. മാക്സിമം എവിടെ വരെ പോകാൻ പറ്റും? ഇവിടം വരെ അല്ലെ? റെസിസ്റ്റൻസ് കാണുന്നുണ്ടോ? തിരിച്ചു വന്നു. ഇത് എവിടെ വരെ പോകാൻ പറ്റും? ഇവിടെ വരെ വന്നു. മാക്സിമം എവിടെ വരെ പോകും? ഇവിടം വരെ. തിരിച്ചു വന്നു. മനസ്സിലായോ? അപ്പൊ മനസ്സിലായോ? മനസ്സിലാവാത്തവർക്കൊക്കെ
മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ഈ ഒരു സിങ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ലോജിക്ക് എന്താ? ഇതേ ഒരു സിങ് ഇതിന് മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു പോയിന്റിൽ ഇതേ സിങ് എന്നല്ല, ആ ഒരു പോയിന്റിൽ ഇത് സിങ് മുന്നേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു സിങ് ക്രിയേറ്റ് ചെയ്യുന്നത് മുന്നുള്ള സിങ്ങിന്റെ ബേസ് ആണെങ്കിൽ, അപ്പോൾ ഇതേ സിങ്ങിനെ ബേസ് ചെയ്തിട്ട് ഇനിയും വരില്ലേ? ഇനി വരാൻ സാധ്യയില്ലേ? ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് നീട്ടി വരയ്ക്കില്ല, ഇവിടെ വരെ വരച്ചു. കാരണം ഇത് ഓൾറെഡി ബ്രേക്ക് ആയി, നീട്ടി വരച്ചു. ഇതെന്താണ്? നമ്മൾ സപ്പോർട്ടായി കണക്കെടുത്തു. സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? സപ്പോർട്ട് ബ്രേക്ക് ചെയ്താ റെസിസ്റ്റന്റ് ആയി. മനസ്സിലാക്കുന്നുണ്ടല്ലോ അല്ലേ? 2 കളർ തന്നു ഞാൻ, കണ്ടോ? റെസിസ്റ്റന്റ് ആയി. അത് തന്നെയല്ലേ ഇവിടെയും സംഭവിക്കുന്നത്. അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് സംഭവം? അപ്പൊ ഇതെന്താ? സപ്പോർട്ട് റെസിസ്റ്റന്റ് ആയി. ഇനിയിപ്പോ അപ്പ് ട്രെൻഡിലാണെങ്കിലോ റെസിസ്റ്റന്റ് സപ്പോർട്ട്. ഇങ്ങനെയല്ലേ പോവുള്ളൂ? സപ്പോർട്ട് റെസിസ്റ്റൻസ് കൺഫ്യൂഷൻ മാറിയോ? സപ്പോർട്ട് റെസിസ്റ്റൻസ്, ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇത് പാത്ത് വെച്ചിട്ടാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ? ഇനി ഞാൻ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാൻ പോവാണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഞാൻ കളയട്ടെ? കളയാൻ പോവാണ്. ഇനി ഇതിന് മുകളിൽ ഇനി ചോദ്യമില്ലല്ലോ? സ്ട്രക്ചറിന്റെ മുകളിൽ ചോദ്യമില്ലല്ലോ? ഉറപ്പല്ല? എല്ലാവർക്കും ഉറപ്പാണ്? ഞാൻ കളയാൻ പോവാണ് കേട്ടോ. ഓക്കെ, ബ്രേക്ക്ഔട്ട് ഇവിടെ കിട്ടി, നമുക്ക് ഇവിടെ കിട്ടി ഇല്ലേ? ഈ ടെസ്റ്റ് വന്നു നോക്കിയേ, സെയിം പോയിന്റിൽ വന്നു നോക്കിയേ. ഇത് വന്നിട്ട് ഇത്തിരി കയറി പോയിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇത്തിരി കയറി പോയെന്നൊക്കെ ചോദിക്കും. ഇവിടെ വന്നിട്ടാണ് പോയിരിക്കുന്നത്. ചില മൈനർ സ്ട്രക്ചർ കൂടി വരും. ഞാൻ പറഞ്ഞിരുന്നല്ലോ, മൈനർ സ്ട്രക്ചർ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? മൈനർ സ്ട്രക്ചറുകൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ, ഞാൻ വരച്ചത് നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം ഞാൻ പറഞ്ഞ പോലെയാണ്. കാരണം ഇത് ഭൂരിഭാഗം ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. ജാസി കല്ല് കണ്ടോ? ജാസി നോക്കിയേ, കണ്ടോ? ഞാൻ ഇപ്പൊ പറഞ്ഞതായിട്ട് കൂട്ടി വായിക്കുമ്പോ എന്താണ്? ഗ്രീൻ കാൻഡിൽ റെഡ് കാൻഡിൽ. ഞാൻ ജാസിനോട് ചോദിക്കുന്നത് ഗ്രീൻ കാൻഡിൽ റെഡ് കാൻഡിലിന്റെ കാര്യം പറയുന്നതാണ് ഞാൻ. മനസ്സിലായോ? ഇവിടെ റീടെസ്റ്റ് വന്നു നോക്കിയേ, ഒരു പുൾ ബാക്ക് വന്നു, ഒരു പുൾ ബാക്ക് അല്ല, ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി. പിന്നെ ഒന്ന് ചെറിയ രീതിയിൽ കൺസോളേഷൻ വന്നിട്ട് കിട്ടി കഴിഞ്ഞിട്ട് സെയിം ഏരിയയിലേക്ക് വന്നില്ലേ? വന്നു. ആ ഏരിയയിലേക്കല്ല നെക്സ്റ്റ് കൺസോളേഷൻ, നെക്സ്റ്റ് വന്നിരിക്കുന്നത്, എൻട്രി വന്നിരിക്കുന്നത് കണ്ടില്ലേ? ജാസിൻ ചോദിച്ചാലുള്ള ആൻസറാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. ഏതിന്റെ? കൺസോളേഷൻ ഏരിയ എന്ന് വെച്ചാൽ ഒരു ഏരിയയിൽ ഒന്നിൽ കൂടുതൽ തവണ റീടെസ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ചെന്ന് നമ്മൾ ഈ പറഞ്ഞ റീടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ചെന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ ആ ഏരിയയിൽ എന്താ കണക്കൂട്ടുക നമ്മൾ? സ്ട്രോങ് ആയിട്ടുള്ള എന്ത് ഏരിയയാണ്? അപ്പോൾ അത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. നോട്ട് ചെയ്ത് വയ്ക്കുക എല്ലാവരും. സ്ട്രോങ് ആയിട്ടുള്ള എന്താണിത്? ഞാനൊരു കളർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ് അല്ലേ?
നോക്കിയാൽ അവിടുന്ന് ഒരു വീഴ്ച വീണിട്ട് എവിടെ വരെ എത്തിയിട്ടുണ്ട്, ഇപ്പോഴും ഇവിടെ വരെ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ വീണ്ടും മുകളിലേക്ക് വരുന്നുണ്ട്, നോക്കട്ടെ നമുക്ക്. എൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട്. ഞാനിവിടെ ക്യാനിൽ പിടിച്ച് വരയ്ക്കുകയാണ് കിട്ടിയിട്ടുണ്ടാവും. ഗ്രീൻ ക്യാനിൽ വരയ്ക്കുകയാണെങ്കിൽ കണ്ടാ അടുത്ത റിജക്ഷൻ എന്ന് കണ്ടാ ജാസി. അപ്പൊ അതെന്താ മനസ്സിലാക്കേണ്ടത് നമ്മൾ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടത്? രണ്ടാമത്തെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് കേട്ടത് പറയുന്നത്. എന്താണ് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായത്? ഇത് ഞാൻ ഇടയിൽ നിന്ന് പിക്ക് ചെയ്തതാണ്. എന്തുകൊണ്ട് ഇടയിൽ നിന്ന് പിക്ക് ചെയ്തെന്ന് വെച്ചാൽ ഇത് ഞാൻ കണ്ടിട്ടില്ല, ഇത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചതല്ല. കാരണം എന്താ വെച്ചാൽ തിയറി പ്രകാരമാണ് വരച്ചത്. അത് ഞാൻ ഇവിടെ തിരിച്ച് വരയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഗ്രീൻ ക്യാനിൽ നോക്കി വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്നുള്ളൂ. ഇനി എങ്ങനെ വരയ്ക്കണം എന്നും കൂടി അറിയണ്ടേ നിങ്ങൾക്കിത്? വേണ്ടേ? അറിയണ്ടേ? അറിയണം.